ഒരു ചോദ്യം. നമ്മൾ ദിവസവും കണ്ണാടിയിൽ നോക്കി എനിക്കെന്താ ഒരു ചേഞ്ച് വരുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ, ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറയാറുണ്ടോ? പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസവും ചെയ്താൽ ഒരു 365 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 മന്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനാവാത്ത വിധം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരും. ഞാൻ വേറൊന്നിനെ പറ്റിയല്ല കേട്ടോ പറയുന്നത്. മാനിഫെസ്റ്റേഷനെ പറ്റിയാണ്. ഇന്ന് എൻ്റെ 365 ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ ജേർണിയുടെ ഡേ 3 ആണ്. പലർക്കും മാനിഫെസ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് വെറുതെ ആഗ്രഹിച്ചാൽ മതി എന്നാണ്. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്നത് ആഗ്രഹിക്കുന്നത് മാത്രമല്ല, അതിനുവേണ്ടി ചെറിയ ആക്ഷൻസ് നമ്മൾ ദിവസവും ചെയ്യുന്നതാണ്. നിങ്ങൾ ദിവസവും എനിക്ക് നല്ല മുടി വേണം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സ് വിശ്വസിക്കണം, ശരീരം അതിനുവേണ്ടി വർക്ക് ചെയ്യണം. കാരണം ഡ്രീംസ് വർക്ക് ചെയ്യില്ല, നമ്മളാണ് വർക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കൂ. So all are welcome to Rave's Vlogs and all are welcome to our day 3 of manifesting my dream hair journey. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് രാവിലത്തെ നമ്മുടെ മോർണിംഗ് ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രത്തോളമാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഹെയറിൻ്റെ ലെങ്ത് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ രാവിലത്തെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹെയർ ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്കാൽപ്പ് ജെൻറ്റിൽ മസാജ് കൊടുക്കുക, ബാലായം ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഹെയർ ഒന്ന് മെഷർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്ത് ഒന്ന് കോംബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഹെയറിൻ്റെ എന്താണ് താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ കോംബ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുടി പൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു എല്ലാവരും ഹെയറിൽ നേരിടുന്ന 2 പ്രോബ്ലംസ് ആണ് ഡാൻഡ്രഫും ഹെയർ ഫോളും. അത് മിക്കവർക്കും കാണുമല്ലേ. ഡാൻഡ്രഫ് ഇല്ലാത്തവർക്ക് പോലും ഈ മുടി പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ മുടി പൊഴിഞ്ഞു പോകുന്ന, മുടി ഒരുപാട് ഒരു സ്ഥലത്ത് നിന്ന് പാച്ചസ് ആയിട്ടൊക്കെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥകൾ എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മുടെ ഹോർമോണൽ ഇഷ്യൂസ്, ഡെയിലി ലൈഫ് സ്റ്റൈൽസ്, ഫുഡിൻ്റെ ആ ഒരു ചേഞ്ച്, പിന്നെ അറ്റ്മോസ്ഫിയറിലെ പൊല്യൂഷൻ, ഇതെല്ലാം അതിനൊരു റീസൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹെയറിനെ കെയർ ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഹെയറിനെ വളർത്തിയെടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റും കേട്ടോ. ചിലർക്ക് കുറച്ച് ടൈം എടുക്കും, ചിലർക്ക് ടൈം കുറവ് എടുക്കുള്ളൂ. അതായത് ചിലർക്ക് ഈസി ആയിട്ട് വളരും, ചിലർക്ക് കുറച്ച് ടൈം എടുത്താലും വളർന്നു കിട്ടും. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹെയറിനെ കെയർ ചെയ്യുക. ഹെയറിൻ്റെ ലെങ്ത് എടുക്കുന്നത് ഞാൻ മിക്ക വീഡിയോസിലും കാണിച്ചു തന്നിട്ടുണ്ട്. സോ 2 സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് ഞാൻ ഒരു ഹെയറിൻ്റെ ടേപ്പൊക്കെ മെഷറിംഗ് ടേപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ ഹെയർ ലെങ്ത് എന്ന് പറയുന്നത് 28.5 ആണ് കേട്ടോ. നമ്മൾ ഏറ്റവും അറ്റത്തുള്ള ഹെയറിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 28.5 ആ ഒരു ലെങ്താണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു 35, അത്രയും ലെങ്താണ് എൻ്റെ ഒരു മാനിഫെസ്റ്റിംഗ് ഹെയർ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 1 ഇയർ കൊണ്ട് എനിക്ക് അത്രയും ലെങ്ത് ഉള്ള ഒരു ഹെയർ ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ഡ്രീം ഹെയർ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ആക്കട്ടോ. ഈ 35 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാലും അത്രയൊക്കെ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ വളർത്താനായിട്ട് നോക്കുക, നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക അല്ലേ. ബാക്കിയൊക്കെ വരും വരാകുകയും വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. ഓക്കെ, സോ എന്തായാലും ഞാൻ എന്തായാലും ആ ഒരു ലെങ്താണ് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഉള്ളത്. ഓക്കെ, എനിവേ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഹെയർ എത്രയാണെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. നമുക്ക് ഈ ഒരു ജേർണി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും ടീം വർക്കായിട്ട് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു സക്സസ് ഉണ്ടാവും എന്നൊക്കെ കേട്ടില്ലേ. ഒത്തുപിടിച്ചാൽ മലയും പോരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഡ്രീം ഹെയർ അങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ഇനി ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് അത് വലിയൊരു ഇഷ്യൂ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഈ ഒരു ലെങ്ത്തിൽ എനിക്ക് മുടി വളർത്തിയെടുക്കണം എന്ന്. സോ ഞാൻ എൻ്റെ മാക്സിമം എഫർട്ട് ഇട്ട് നോക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ മടി, ക്ഷീണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വന്നാലും അതും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. സോ ഞാൻ മടി പിടിച്ചിരുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ മടി പിടിച്ചിരിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ഐ മീൻ ഹെയർ കെയർ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇൻ കേസ് ഞാൻ മടി പിടിച്ചാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളോട് ഞാൻ മാക്സിമം വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. കാര്യം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ ടിപ്പ് എന്താണെന്ന് പറയാനായിട്ട് മറന്നുപോയി. ഇന്നത്തേത് മടിയന്മാർക്ക് വരെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഹെയർ കെയർ ടിപ്പാണ്. ഇതൊരു ഹെയർ പാക്ക് അല്ല, ഇതൊരു ഹെയർ ടോണർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ഹെയർ കെയർ ഗ്രോത്ത് ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വെള്ളത്തിനകത്തേക്ക് നമ്മുടെ ഉലുവിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കൊച്ചുള്ളിയുടെ നീര്, അല്ലെങ്കിൽ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം, അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിടാം, ഇഞ്ചി, അതുപോലെ കറിവേപ്പില, റോസ്മേരിൻ്റെ ഇല, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അരിഞ്ഞിടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. അതിൻ്റെ ആ ഒരു എല്ലാ ബെനിഫിറ്റ്സും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവരെ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കെട്ടിയൊന്നും വെക്കേണ്ട, മുടി അങ്ങനെ ഇട്ടേക്കുക. എന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഒരു 20-30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം ഹെയർ ഉണങ്ങും. നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ഒരു ബൺ ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് കെട്ടി സെക്യൂർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഹെയർ വാഷ് ചെയ്ത് കളയോ ഒന്നും ചെയ്യില്ല. ഇപ്പം നമ്മുടെ ഹെയർ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല കേട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ അങ്ങനെ ഹെയറിൽ ഈ ഒരു ഹെയർ ടോണർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റർ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ആക്കിയിട്ട് അങ്ങനെ വിട്ടേക്കാം കേട്ടോ.
നമുക്ക് ഹെയർ കെയർ ചെയ്യാനായിട്ട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായാലും മതി. നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ നിർത്തരുത് ട്ടോ. അപ്പോൾ റിസൾട്ട് പെട്ടെന്ന് കിട്ടിയില്ലാന്ന് വെച്ചിട്ട് നമ്മൾ നിർത്താനായിട്ട് പാടില്ല. ഒരു വിത്ത് നട്ട ഉടനെ ഒരു മരം ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു ദിവസം അത് വളരും. അതുപോലെയാണ് നമ്മുടെ കൺസിസ്റ്റൻസിയാണ് ഇവിടെ റിയൽ മാജിക് എന്ന് പറയുന്നത്. സോ ഇന്ന് എന്താ നമ്മുടെ ഹെയർ കെയർ കഴിഞ്ഞിരിക്കുന്നു ട്ടോ. ഇന്നത്തെ ഒരു ഹെയർ കെയർ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും എൻ്റെ നല്ല വെർഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടി ആരോഗ്യത്തോടെ വളരുന്നു. ഞാൻ കൺസിസ്റ്റൻസി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഹെയർ കെയർ ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിന് പറഞ്ഞുറപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ഡ്രീം ഹെയർ മാനിഫെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 3 ഡൺ എന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്ന് പറയുന്നത്. സോ നൈറ്റ് ഞാൻ ഇതുപോലെ ഹെയർ കെട്ടി ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. So see you guys on the next video. Stay safe and happy. Bye bye.